ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ കാരണമെന്താണ്? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, കോവിഡ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങളിൽ, കുടുംബജീവിതം നയിക്കുന്നവരിൽ അനേകം പേരിൽ പരാജയം അനുഭവിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിജയം പ്രാപിക്കാനുള്ള വഴികൾ ദൈവം തുറന്നു തരും. പലപ്പോഴും വിജയം പ്രാപിക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ, അതിൽ 6 കാര്യങ്ങൾ നമ്മൾ കേട്ടു. അത് ഒന്നുകൂടി പറയുകയാണ്. 1, വിശുദ്ധിയോടെ പഠിക്കുക. ജീവിതത്തിൽ വന്ന സകല മാലിന്യങ്ങളും യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധിയോടെ പഠിച്ചാൽ ആ വ്യക്തിക്ക് വിജയമുണ്ട്. 2, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ പഠിക്കുക. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നാം മുന്നേറുന്നുവെങ്കിൽ വിജയം പ്രാപിക്കാൻ സാധിക്കും. അടുത്തത്, തീവ്രമായ താല്പര്യമുണ്ടെങ്കിൽ, തീവ്രമായ ഉത്സാഹമുണ്ടെങ്കിൽ അവിടെ വിജയം പ്രാപിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. 4, യേശുവിൻ്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം നൽകി ദൈവത്തെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, ആരോടെങ്കിലും കയ്പോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവരെല്ലാം ക്ഷമിച്ച് സ്നേഹിച്ച്, പഠിക്കുന്ന വിഷയങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് പഠിച്ചാൽ അവിടെ വിജയം ഉറപ്പാണ്. വീണ്ടും നാം കണ്ടു, ശക്തമായ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. വീണ്ടും സ്ഥിര ഉത്സാഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജീവിത മാർഗത്തിൽ സ്ഥിര ഉത്സാഹമുണ്ടെങ്കിൽ അവിടെ വിജയം പ്രാപിക്കാൻ സാധിക്കുമെന്ന് നാം കണ്ടു. അടുത്ത 7-ാമത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പല തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഒരു ക്രമീകരണമില്ലാതെ വരുന്നത് പോലെ കാണാം, വന്നോടത്ത് വെച്ച് കാണാം. ഇങ്ങനെയുള്ള ചിന്തകളിൽ ജീവിക്കുന്നവരാണ് പലരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ മുന്നേറാൻ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ജനത്തെ കണ്ടുകൊണ്ട് മോശ പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. അതായത് അവരുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പലരും പറയുന്നു, മോശയെ കുറ്റപ്പെടുത്തുന്നു, തള്ളിപ്പറയുന്നു. എന്തിനാ ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഞങ്ങളെങ്ങോടെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്കൊരു ലക്ഷ്യമില്ല, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ല. ഇങ്ങനെ നിരാശയുടെ, പരാജയത്തിൻ്റെ, ശാപത്തിൻ്റെ, അയോഗ്യമായ അലസതയുടെ വാക്കുകളെല്ലാം പറഞ്ഞ് മുന്നേറുന്ന ഒരു ജനത്തെ മോശ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഇനി പിന്നോട്ടില്ല. ഫറവോൻ്റെ അടിമത്തത്തിലേക്കില്ല, ഇനി മിസ്രൈമിലേക്കില്ല, ഈജിപ്തിലേക്കില്ല. ദൈവം വിളിച്ചുവെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സമൃദ്ധി, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിജയം, അത് ഞാൻ പ്രാപിക്കും. ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയമുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ വീണു പോകുന്നവരാണ് നമ്മൾ അനേകം പേര്. നമുക്കറിയാം, പത്രോസും കൂട്ടരും വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരിക. വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന തൻ്റെ ഗുരുവിനെ കണ്ടുകൊണ്ട് പത്രോസിലേക്ക് ഒരു കൊച്ചുകുട്ടിയിലപ്പോൾ ആവശ്യപ്പെടുകയാണ്, കർത്താവെ, എനിക്കും ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കണം. കർത്താവ് അനുവദിച്ചു. യേശുവിനെ നോക്കിക്കൊണ്ട് കാലെടുത്ത് വെച്ചപ്പോൾ ആ വെള്ളം നിശ്ചലമായി. വെള്ളത്തിന് മുകളിലൂടെ നടന്ന പത്രോസിലേക്ക് പെട്ടെന്ന് മുങ്ങിത്താഴുകയാണ്. എന്തുകൊണ്ട് പത്രോസ്ലീഗ മുങ്ങിത്താണു എന്ന് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അവൻ കാറ്റിനെയും കടലിനെയും കണ്ട് ഭയപ്പെട്ടു, ഉടനെ അവൻ മുങ്ങി. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയം അനുഭവിക്കാനുള്ള മൂലകാരണം ഇതാണ്.
നമ്മൾ വിജയം പ്രാപിക്കാത്തതിൻ്റെ മൂല കാരണം ഇതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായൊരു തീരുമാനമില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ പ്രതിസന്ധിയിലേക്ക് മാത്രം നോക്കുന്നവരാണ്, പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കുന്നവരാണ്, പരാജയത്തിലേക്ക് മാത്രം നോക്കുന്നവരാണ്, കഴിഞ്ഞ കാലത്തിലുണ്ടായ ജീവിത വേദനകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തെ മോശ കനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. മോശയുടെ ലക്ഷ്യം മുഴുവൻ കനാൻ ദേശമാണ്. പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ വിളഭൂമിയായിരിക്കുന്ന കനാൻ ദേശത്തേക്ക് ദൈവം കൽപ്പിച്ചനുസരിച്ച് ഈ ജനത്തെ മുന്നിലേക്ക് നയിക്കുകയാണ്. എന്നാൽ പിന്നെ നിൽക്കുന്ന സകല മനുഷ്യരുടെയും വാക്കുകളും പ്രവൃത്തികളും അവർ പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അവർ വന്ന കഠിനമായി വേദനിച്ച് ആ അവസ്ഥയെ വീണ്ടും അവർ ആഗ്രഹിക്കുക. അത് മതിയായിരുന്നു, ഞങ്ങൾ എന്തിനാ കൊല്ലുവാൻ കൊണ്ടുവരുന്നു, ഞങ്ങൾക്ക് ആ പഴയ അടിമത്തത്തിൽ കിടന്നാൽ മതിയായിരുന്നു, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നേ എന്ന് കുറ്റം പറയുമ്പോൾ, വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഇവിടെ മോശ ധൈര്യപ്പെടുത്തുകയാണ്. ഉറച്ചു നിൽപ്പിൻ. അതായത് ഉറച്ചൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, ഇനി 1000 എൻ്റെ വലതുവശത്ത് 10,000 എൻ്റെ ഇടതുഭാഗത്ത് വീണുപോയാലും ഞാൻ വീഴുകയില്ല. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ലക്ഷ്യമുണ്ട്, എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്, ഞാൻ വിജയം പ്രാപിക്കും, ദൈവം എനിക്ക് വിജയം നൽകും. എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ലക്ഷ്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതം പരാജയമാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ തീരുമാനം എടുത്തവരാണ്, പല തീരുമാനങ്ങൾ എടുത്തിട്ട് വീണുപോയവരാണ്, അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരാണ്. എന്നാൽ വീണ്ടും ഈ തീരുമാനങ്ങൾ പുതുക്കണം, ഉറക്കെ പ്രഖ്യാപിക്കണം. ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമെടുക്കണം. വീണെടുത്ത് കിടക്കരുത്, വീണ്ടും എഴുന്നേൽക്കണം. പിന്നിലേക്ക് നോക്കരുത്, മുന്നിലേക്ക് നോക്കണം. ലക്ഷ്യം നോക്കി ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങണം. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ നാം 8ാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂക്ഷ്മമായ ഏകാഗ്രത ഒരു മനുഷ്യന് വിജയം നൽകും. അത് പഠനത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും ഭാവി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും, അതായത് സൂക്ഷ്മമായ ഏകാഗ്രത ഒരു മനുഷ്യന് വിജയം നൽകും. അതിനെങ്ങനെ പറയുന്നു? 1 സാമുവേൽ 12-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങളുടെ മുമ്പാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കാത്തു നിൽക്കുവിൻ. അതിനും പറയുകയാണ്, നിങ്ങളുടെ മുമ്പാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തുനിൽപ്പിൻ, ഏകാഗ്രതയോടെ കാത്തുനിൽപ്പിൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏകാഗ്രത ദൈവമഹത്വം വെളിപ്പെടാൻ അത് കാരണമായി തീരും. അത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഭാവി ജീവിതത്തിൽ എന്ത് ലക്ഷ്യം ആഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിയാണെങ്കിലും ഏത് കാര്യത്തിലാണ് അവൻ ശ്രദ്ധ വയ്ക്കുന്നത്, ഏകാഗ്രത പാലിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേലെ വിജയം പ്രാപിക്കാൻ സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പരാജയത്തിൻ്റെ ഒരു മൂല കാരണം ഏകാഗ്രതയില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പല വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അധ്യാപകർ അവരെ വിളിച്ച് മാറ്റി നിർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നസങ്കീർണമാണ്. അവരുടെ ജീവിതം കീറി മുറിഞ്ഞിരിക്കുക. ഒത്തിരി മുറിവേറ്റ വേദന നിറഞ്ഞ അനുഭവങ്ങളുള്ള വ്യക്തികൾക്കാണ് ശ്രദ്ധിക്കാൻ കഴിയാത്തത്. ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത മനസ്സിനേറ്റ മുറിവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ടായ മനസ്സിനേറ്റ മുറിവുകൾ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാണ്. ഒരു കുട്ടി, ആ കുട്ടി ജീവിതത്തിൽ ദുരുപയോഗിക്കപ്പെട്ടു. ആ നിമിഷം മുതൽ ഏകാഗ്രത നഷ്ടപ്പെട്ടു, പഠിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു, പഠിച്ചാൽ തലയിൽ കയറുന്നില്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. 9ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി എപ്പോഴാണോ ജീവിതത്തിൽ ദുരുപയോഗിക്കപ്പെട്ടത് ആ നിമിഷം മുതൽ ഏകാഗ്രത നഷ്ടപ്പെട്ടു, പഠനത്തിലെ ശ്രദ്ധ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞൊരു ധ്യാനത്തിൽ, ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ മനസ്സിനേറ്റ മുറിവുകൾ യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കുന്ന ആ നിമിഷം, ആന്തരിക സൗഖ്യത്തിൻ്റെ നിമിഷം, ഈ കുഞ്ഞ് കണ്ണുനീരോടെ വേദനയോടെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ മകളെ കർത്താവ് തൊട്ടു, അവൾക്ക് സൗഖ്യം കിട്ടി, മനസ്സിൻ്റെ മുറിവുകൾ സൗഖ്യം കിട്ടി. ആ സൗഖ്യം കിട്ടിയ
നിമിഷം മുതൽ ആ കുഞ്ഞ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി, നന്നായിട്ട് പരീക്ഷ എഴുതി ഉന്നതമായ വിജയം കൈവരിച്ചു. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ ഏത് മേഖലയിലും വിജയം പ്രാപിക്കാൻ ഏകാഗ്രത, ശ്രദ്ധ ആവശ്യമാണെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിനേറ്റ മുറിവുകളാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ, വിവാഹത്തിന് മുമ്പ്, അതിനുശേഷം മനസ്സിനെ കീറിമുറിച്ച അനുഭവങ്ങൾ, മുറിവുകൾ, ആ മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവൻ മുറിവിലേക്കാണ്. നമുക്ക് ശരീരത്തിനൊരു മുറിവുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും ശ്രദ്ധ ആ മുറിവിലേക്കാണ്. ഇപ്പം എൻ്റെ ശരീരത്തിൽ ഒരു മുറിവില്ല, എനിക്ക് അതിലേക്ക് ശ്രദ്ധയില്ല, ഞാൻ ഒരു അവയവങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ എൻ്റെ കയ്യിലൊരു മുറിവുണ്ടായാൽ എൻ്റെ കണ്ണ് കയ്യിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. കയ്യിലുള്ള മുറിവൊന്ന് അനങ്ങിയാൽ, വേദനിച്ചാൽ, അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ, എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ അവയവത്തിലേക്കാണ്. അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുറിവേറ്റൊരു വ്യക്തി, ആ വ്യക്തിയുടെ ശ്രദ്ധ മുഴുവൻ തൻ്റെ മുറിവിലേക്കാണ്, തൻ്റെ കഴിഞ്ഞ കാലത്തിലെ വേദനിപ്പിച്ച അനുഭവങ്ങളിലേക്കാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും വേദനയാണ്, എന്നും കണ്ണുനീരാണ്. എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ട് ഒറ്റയ്ക്കിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുന്ന അനേക ജീവിതങ്ങൾ. ഇങ്ങനൊരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം അത് പരിശോധിക്കുക. അതായത് കഴിഞ്ഞ കാലത്തിലെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, മുറിവേൽപ്പിച്ച അനുഭവങ്ങൾ എൻ്റെ ബോധമനസ്സ്, ഉബോധമനസ്സ്, അബോധമനസ്സ് കീറി മുറിക്കപ്പെട്ട് ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഇല്ലാതെ കഴിഞ്ഞ കാലത്തിലെ വേദനിപ്പിച്ച അനുഭവങ്ങളെ ഓർത്ത് സ്വയം പഴിച്ച്, ദൈവത്തെ പഴിച്ച് മുന്നോട്ട് ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല, ജീവിതത്തിൽ പരാജയം അനുഭവിക്കേണ്ടി വരും. അതായത് ഒരു മനുഷ്യൻ്റെ ഏകാഗ്രതയില്ലായ്മ ആ വ്യക്തിയുടെ പരാജയത്തിന് കാരണമായി തീരും. ഇവിടെ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതം നീ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ അതിനുവേണ്ടി കാത്തു നിൽപ്പിൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഖ്യം നൽകുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന നിമിഷം കാണുവാനുള്ളൊരു ഏകാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പഠനത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും ഈ ഏകാഗ്രത നമുക്ക് ആവശ്യമാണ്. ഏകാഗ്രതയില്ലാത്തതിന് കാരണം നമ്മൾ കണ്ടു, മനസ്സിനേറ്റ മുറിവുകളാണ്. ആ മുറിവുകൾ യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ അടിപ്പിണരാൻ എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കരസ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കണം. യേശുവിനെ തൊട്ടു, എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള വിശ്വാസത്താൽ എൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ സൗഖ്യം പ്രാപിച്ച് ആ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കണം, ശ്രദ്ധയോടെ പരീക്ഷ എഴുതണം, ശ്രദ്ധയോടെ ജീവൻ നയിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കും. അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാറസിന്റെ പുസ്തകം, അല്ലെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു, അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. അതായത് ജീവിതത്തിലൊരു ക്രമീകരണം, ഒരു ചിട്ട, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ക്രമീകരിക്കപ്പെട്ട ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതി ഇന്നില്ലായെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ മനസ്സിനേറ്റ മുറിവാണ്. നമുക്ക് നമ്മിൽ തന്നെ ഒരു ശ്രദ്ധയില്ല, ജീവിതത്തിൽ നമുക്കൊരു ഏകാഗ്രതയില്ല. ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി കുത്തഴിഞ്ഞ പുസ്തകം പോലെയുള്ള ജീവിതം, വ്യക്തിജീവിതം, കുടുംബജീവിതം, ചിട്ടയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, ഏകാഗ്രതയില്ലാത്ത, ഒരു ക്രമീകൃതമല്ലാത്ത ഒരു ജീവിതം, ഇങ്ങനൊരു ജീവിതമാണോ? അതിൻ്റെ മൂലകാരണം മനസ്സിനേറ്റ മുറിവാണ് നമ്മൾ കണ്ടു. ആ മുറിവുള്ള യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തോടെ, ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ ഒരു ചിട്ടയായി ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അടുത്തത് 9-ാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ ഏത് സാഹചര്യത്തിലും ബോധപൂർവം ഞാൻ ഇടപെടുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഞാൻ ജീവിക്കും, ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും എന്നുള്ള ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരുടെയും ജീവിതത്തിലെ പരാജയത്തിന് മൂല കാരണം എനിക്ക് സാഹചര്യം അനുകൂലമല്ല. അതാണ് പലരും പറയുന്നൊരു കാരണം. എനിക്ക് പഠിക്കാൻ അനുകൂലമായ സാഹചര്യമില്ല, പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള അനുകൂലമായ സാഹചര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വിജയം പ്രാപിക്കാനുള്ള സാഹചര്യം അനുകൂലമല്ല, ഈ കാലഘട്ടം എനിക്ക് അനുകൂലമല്ല.
ഏത് കാലഘട്ടമാണെങ്കിലും, ഏത് ജീവിത സാഹചര്യമാണെങ്കിലും, ഏത് പഠനത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിലും അവിടെ വിജയം പ്രാപിക്കാനുള്ള മനസ്സാണ് ആ വ്യക്തിയുടെ വിജയത്തിൻ്റെ മൂലകാരണം. ഈ മനസ്സ് നമ്മളുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുണ്ടാക്കി എടുക്കണം. പരിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവിടെ പരിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നൊരു കാര്യം ഇതാണ്, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ, സുഭിക്ഷതയിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം. പൗലോസ്ലീഹയെക്കുറിച്ച് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. പൗലോസ്ലീഹ നല്ല കഴിവുള്ള വ്യക്തിയാണ്, ബുദ്ധിയുള്ള വ്യക്തിയാണ്, പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ഈ പൗലോസ്ലീഹ പറയുകയാണ്, ഏത് ദാരിദ്ര്യം ജീവിക്കാൻ എനിക്കറിയാം. അതായത് പട്ടിണിയിൽ കിടക്കാനും ദാരിദ്ര്യത്തിൽ കഴിയാനും എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാൻ എനിക്കറിയാം, ഇല്ലായ്മയിൽ ജീവിക്കാൻ എനിക്കറിയാം, ഏതു സാഹചര്യത്തിലും ഏത് വിധേനയും ജീവിക്കാൻ എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ ഒരു കാരണം ഇതാണ്, സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ പരീക്ഷയിൽ ഞാൻ ജയിക്കുന്നില്ല, എൻ്റെ ഭാവി ജീവിതം പരാജയമാണ്, എനിക്ക് അനുകൂലമായ സാഹചര്യമില്ല. പരിശുദ്ധനായ പൗലോസിനെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, സാഹചര്യത്തെ നാം അനുകൂലമാക്കി എടുക്കുന്നതാണ് വിജയം. ദാരിദ്ര്യത്തിലാണെങ്കിലും പട്ടിണിയിലാണെങ്കിലും കഷ്ടതയിലാണെങ്കിലും എൻ്റെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് എൻ്റെ മനസ്സ്. ആ മനസ്സിനെ പാകപ്പെടുത്തി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതായത് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ഏത് സാഹചര്യം ജീവിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ മൂലകാരണം പരിശോധിച്ചാൽ നമുക്ക് അനുകൂലമായ സാഹചര്യമില്ല എന്നുള്ള കാരണമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, അനുകൂലമല്ല. എൻ്റെ മാതാപിതാക്കൾ കഴിവുള്ളവരല്ല, വിദ്യാഭ്യാസമുള്ളവരല്ല, എന്നെ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ്, സാമ്പത്തികമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലാണ് ജീവിക്കുന്നത്, എനിക്ക് നല്ല ഡ്രസ്സില്ല, നല്ല പുസ്തകമില്ല, നല്ല നോട്ട്ബുക്കില്ല, എനിക്ക് പഠിക്കാനുള്ള അന്തരീക്ഷമില്ല, ട്യൂഷനില്ല, ഗൈഡില്ല, എന്നെ ആരും പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പല ശാസ്ത്രജ്ഞന്മാരും അവരുടെ കഴിഞ്ഞ കാല ജീവിതം, കുഞ്ഞുങ്ങളുടെ ജീവിതം, സ്വന്തം വീട്ടിൽ ലൈറ്റില്ലാത്തതുകൊണ്ട്, വിളക്കില്ലാത്തതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് പഠിച്ച് ജയിച്ച് ശാസ്ത്രജ്ഞന്മാരായ വ്യക്തികൾ നമുക്കറിയാം. ജീവിതത്തിൽ പഠിക്കാനൊരു സാഹചര്യമില്ലാതിരുന്നിട്ടും ആ ഉള്ള സാഹചര്യത്തിൽ അവരുടെ മനസ്സ് അതിനെ ഒരുക്കിയെടുത്ത് പാകപ്പെടുത്തിയെടുത്ത് പഠിച്ച് ജയിച്ച് വിജയം പ്രാപിച്ച ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായി മാറിയ അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കാം, ഞാൻ പരീക്ഷ എഴുതാം, ഞാൻ ജയിക്കാമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ക്രമീകരിക്കാമെന്ന് ചിന്തിച്ചാൽ ജീവിതത്തിൽ എന്നും പരാജയമായിരിക്കും. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ നാം പരിശീലിക്കണം. ഇവിടെ പൗലോസിന് പറയുക ഒരു കാര്യമുണ്ട്, ഞാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. എന്താ? ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ആരാണ് പൗലോസിനെ എങ്ങനെ പരിശീലിപ്പിച്ചത്? സ്വയം പരിശീലനം നേടിയതാണ്. ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഞാൻ പരിശീലിച്ചു. അതായത് ദരിദ്രരോടുകൂടെ ജീവിച്ചു, വേദനിക്കുന്നവരോടുകൂടെ ജീവിച്ചു, മുറിവേറ്റവരോടുകൂടെ ജീവിച്ചു. അവരുടെ വേദനകൾ, അവരുടെ മുറിവുകൾ, അവരുടെ ദാരിദ്ര്യം സ്വന്തം വേദനയായി, ദാരിദ്ര്യമായി ഏറ്റെടുക്കാൻ പരിശുദ്ധനായ പൗലോസിലേക്ക് കഴിഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം കർത്താവിനെ പ്രതി ലോകം മുഴുവൻ സുവിശേഷമായി ഇറങ്ങിയപ്പോൾ അവർ ജീവിത സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിലാണ് അവർ ജീവിച്ച് സുവിശേഷം അറിയിച്ച് യേശുവിനെ ലോകം മുഴുവൻ പ്രഘോഷിച്ചത്.
ഇന്ന് നമുക്ക് എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് ഒരുക്കിയിട്ടില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുക. സാഹചര്യം അനുകൂലമല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു പരിശീലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ പരിശീലിച്ച് ജയിക്കുന്നവർക്ക് വിജയമുണ്ട്. ഏത് സാഹചര്യത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കുക. അവസാനമായി 10ാമത്തെ കാര്യം, പഠനത്തിൽ, പരീക്ഷയിൽ, ഭാവി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ 10ാമത് നാം ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയോടെ പഠിക്കുക, പ്രാർത്ഥനയോടെ പരീക്ഷ എഴുതുക, പ്രാർത്ഥനയോടെ ജീവിതം നയിക്കുക, പ്രാർത്ഥനയോടെ കുടുംബജീവിതം നയിക്കുക. ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിജയമുണ്ട്, ഉറപ്പാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തവന് ഒന്നും കിട്ടില്ല. ഇനി പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെ പ്രാർത്ഥിക്കണം? യാചിക്കുന്നൊക്കെയും ലഭിച്ചു, കിട്ടി എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ പോരാ, അത് പറയണം. അതിന് നന്ദി പറയണം. കർത്താവേ, എനിക്ക് നന്നായി പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഓർമ്മശക്തിയും നീ എനിക്ക് തന്നതിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ പഠനത്തിൽ, പരീക്ഷയിൽ നീ ഉന്നതമായ വിജയം നൽകിയതിനായി നന്ദി പറയുന്നു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാവി ജീവിതത്തിൽ, എൻ്റെ വിവാഹാലോചന, വിവാഹനിശ്ചയം, വിവാഹം, എൻ്റെ ജീവിതത്തിൽ ഒരു ഉദരഫലം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നൽകി നീ എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എനിക്ക് ഉന്നതമായൊരു ജോലി നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. എനിക്കൊരു കുടുംബജീവിതം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. എനിക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും നീ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. അതായത് 1 പ്രാർത്ഥിക്കണം, 2 പ്രാർത്ഥിച്ച് ലഭിച്ചു എന്ന് വിശ്വസിക്കണം, 3 ലഭിച്ചതിന് നന്ദി പറയണം. ഇതാണ് യഥാർത്ഥമായൊരു പ്രാർത്ഥന. ഇങ്ങനൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, ദൈവമേ എനിക്ക് തരണം, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരണം, ജ്ഞാനം തരണം, വിവേകം തരണം, ഇങ്ങനെ നമ്മൾ യാചിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു, കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ. ഈ വിശ്വാസം എന്ന് പറയുന്നത് കിട്ടാത്തത് കിട്ടിയെന്ന് പറയുന്നതാണ്. കാണപ്പെടാത്തത് കണ്ടു എന്ന് പറയുന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് കിട്ടാനുള്ളത് കിട്ടിയെന്ന് പറയുന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാത്താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ജീവിതം എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ, എവിടെയാണോ നിങ്ങൾ വീണ് കിടക്കുന്നത്, പാപത്തിലായിക്കൊള്ളട്ടെ, നിരാശയിലായിക്കൊള്ളട്ടെ, ലക്ഷ്യബോധമില്ലാതെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതം എവിടെയാണോ നിങ്ങൾ വീണ് കിടക്കുന്നത് അവിടെ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ 1 നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ വീണെടുത്ത് കിടന്ന് പ്രാർത്ഥിക്കുക, നിരാശ അനുഭവിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുക, ലക്ഷ്യബോധം തെറ്റിപ്പോയെടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക, വീണ് കിടക്കുന്നിടത്ത് അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ധൂർത്തനായ പുത്രൻ, മുടിയനായ പുത്രൻ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഞാൻ അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പാ, സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ പറയും, അവിടുത്തെ കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് ഞാൻ പറയും. അവൻ അവിടെ നിന്ന് സുബോധത്തോടെ എഴുന്നേറ്റു. വീണെടുത്ത് കിടന്ന് പ്രാർത്ഥിക്കുക, വീണെടുത്ത് കിടന്നുകൊണ്ട് പറയുക, അവിടെ വിജയം ഉറപ്പാണ്. എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടെ പ്രാർത്ഥന ആരംഭിക്കുക. ഇപ്പോൾ എവിടെയാണോ തോറ്റുപോയത്, പരാജയപ്പെട്ടു പോയത്, അവിടെ പ്രാർത്ഥന ആരംഭിക്കുക. ഇനി ഒരു വഴിയും തുറക്കാനില്ല, നിരാശയുടെ പടുകുഴിയിലാണോ അവിടെ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതം ഇപ്പോൾ ഇവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥന ആരംഭിച്ചാൽ ഇവിടെ നിന്ന് മുതൽ വിജയമാണ്, ഈ നിമിഷം മുതൽ വിജയമാണ്. 1 പ്രാർത്ഥിക്കുക, 2 പ്രാർത്ഥിക്കുന്നത് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക, 3 ലഭിച്ചതിന് നന്ദി പറയുക.
നമ്മൾ പലപ്പോഴും കിട്ടിക്കഴിഞ്ഞിട്ടാണ് നന്ദി പറയുന്നത്. കർത്താവേ, എനിക്ക് രോഗസൗഖ്യം കിട്ടിയതിനായിട്ട് നന്ദി പറയുന്നു, എനിക്ക് വിജയം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു, എനിക്ക് രോഗസൗഖ്യം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു, എൻ്റെ വിവാഹം നടന്നതിന് നന്ദി പറയുന്നു, മക്കൾ നൽകിയതിന് നന്ദി പറയുന്നു. നമ്മൾ കിട്ടിയതിന് നന്ദി പറയാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ കിട്ടാനുള്ളതിന് നന്ദി പറയാൻ, ലഭിക്കാൻ പോകുന്നതിന് നന്ദി പറയാൻ, കർത്താവേ, നീ എനിക്ക് നൽകാൻ പോകുന്ന വിജയത്തിനായി സ്തോത്രം, എനിക്ക് നൽകാൻ ബുദ്ധിക്കായി, ജ്ഞാനത്തിനായി, വിവേകത്തിനായി, ഓർമ്മശക്തിക്കായി നന്ദി പറയുന്നു, എനിക്ക് നൽകാൻ പോകുന്ന ജോലിക്കായിട്ട് നന്ദി പറയുന്നു, എനിക്ക് നൽകാൻ പോകുന്ന കുടുംബജീവിതത്തിനായി, എനിക്ക് നൽകാൻ പോകുന്ന അഭിവൃദ്ധിക്കായി, ഉയർച്ചയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവിടെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പിതാവായ ദൈവം, അടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ മുറിവിലേക്ക് ഞങ്ങൾ കേട്ട എല്ലാ തിരുവചനങ്ങളും സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കിട്ടിയ ബോധ്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ തോറ്റുപോയവരാണ് ഞങ്ങൾ, പരാജയപ്പെട്ടു പോയവരാണ്, വീണുപോയവരാണ് ഞങ്ങൾ. അവിടെയെല്ലാം ഞങ്ങൾ നിരാശയുടെ പടുകുഴിയിലാണ്. ലക്ഷ്യബോധമില്ലാതെ, ഉത്സാഹമില്ലാതെ, ആഗ്രഹമില്ലാതെ, അലസന്മാരും മടിയന്മാരുമായി ഞങ്ങൾ വീണ് കിടക്കുന്നവരാണ്. എന്നാൽ കർത്താവെ, ഞങ്ങൾ വീണെടുത്ത് കിടന്നുകൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുക. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഉയർച്ച, അഭിവൃദ്ധി നൽകിയതിനായി നന്ദി പറയുന്നു കർത്താവെ. ഈ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും, നിയോഗങ്ങളെ, പ്രാർത്ഥന വിഷയം നിൻ്റെ മുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. അതിൻ്റെ മേലെല്ലാം നീ വിജയം നൽകിയതിന് നന്ദി പറയുന്നു. അനേക വർഷങ്ങളായി, അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല്, അനേക രോഗങ്ങളുടെ മേല്, അനേക കുടുംബ പ്രശ്നങ്ങളുടെ മേല്, അനേക സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേല്, ഭവനമില്ലാതെ, വിവാഹം നടക്കാതെ, കുഞ്ഞുങ്ങളില്ലാതെ, ജോലിയില്ലാതെ വേദനിക്കുന്ന അനേക പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നീ വിടുതൽ നൽകിയിരിക്കാൻ, അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന, ഈ വചനം കേട്ട എല്ലാവരും വ്യക്തിപരമായി, കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ഭാവി ജീവിതത്തെ അനുഗ്രഹിച്ച്, പ്രത്യേകിച്ച് പഠിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയെ ഭയപ്പെടുന്ന, പരീക്ഷയെ നിരാശയോടെ കാണുന്ന, ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന എല്ലാവരെയും നിൻ്റെ മുറിവിലേക്ക് സമർപ്പിക്കുക കർത്താവെ. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ യേശുവെ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അത്യുത്സാഹത്തോടെ, ഉണർവോടെ, ഉത്സാഹത്തോടെ പഠിച്ച് ജയിച്ച് വിജയം പ്രാപിക്കുവാൻ എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ തോറ്റുപോയ, പരാജയപ്പെട്ടുപോയ എല്ലാ വ്യക്തി ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ കുടുംബമായി, വ്യക്തിപരമായി അനുഗ്രഹിച്ച് വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകലം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.